നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ഇന്ത്യ വേഴ്സസ് സിറിയ മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. AFC ഏഷ്യൻ കപ്പിലായിരുന്നു ഇന്നലെ മത്സരം നടന്നത്. ആ മത്സരത്തിൽ ഇന്ത്യക്ക് വീണ്ടും വമ്പൻ പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ കളിച്ച 3 മത്സരങ്ങൾ, അതായത് ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ എന്നീ ടീമുകളിൽ ഒരു വിജയം പോലും ഇന്ത്യൻ ടീമിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ സിറിയയുടെ എതിരെ ഇറങ്ങിയപ്പോൾ ആദ്യ പകുതിയിൽ ഇന്ത്യൻ ടീം സമനില പിടിച്ചു നിന്നെങ്കിലും ഗോൾ രഹിത സമനിലയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ സിറിയ ഒരു ഗോളിന് വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു. എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ മോശം പ്രകടനം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായ ഇഗോർ സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിലും ഇനിയൊരു വ്യക്തത വരുത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മികച്ചൊരു ലൈനപ്പ് തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ ടീം ഇറക്കിയെങ്കിൽ പോലും വിജയം കാണാനും ഒരു സമനില പോലും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ത്യൻ ടീം ഇപ്പോൾ ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ. എന്തായാലും വരും മത്സരങ്ങളിൽ ഇനി ഇന്ത്യ മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ സീസണിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC അധികം മികച്ച പ്രകടനമൊന്നുമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ ടീമിൽ എത്തിക്കുക തന്നെയാണ് പല ടീമുകളും. പല വിദേശ താരങ്ങളെയും ഒഴിവാക്കിയിട്ട് പുതിയ വിദേശ താരങ്ങളെ സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി ഒരു വമ്പൻ വിദേശ സൈനികം നടത്തിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. ടോമി ജൂറിക് എന്ന് പറയുന്ന 32 വയസ്സുള്ള ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരത്തിനെയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സ്വന്തമാക്കിയിരിക്കുന്നത്. താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ ഏകദേശം 2 കോടി രൂപയോളം വരും. എന്തായാലും ജനുവരി മാസം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ടീമുകളും പല സൈനിങ്ങും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഇനി ഒരു ഇന്ത്യൻ സൈനിങ് ബാക്കി കിടപ്പുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇന്ത്യൻ സൈനിങ് കൂടെ നമുക്ക് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.